ബേസിൽ ജോസഫിന്റെ മരണമാസ്. സോ നമ്മുടെ തല അജിത്തിന് അദിക് രവിചന്ദ്രൻ വന്നിട്ട് ഫാൻ ബോയ് സംഭവം പണിയപ്പോ ബേസിൽ ജോസഫിന് സിജു സണ്ണി പണിയ ഫാൻ ബോയ് സംഭവം അപരാധമാണ് മരണമാസ്. സോ ഡെഫിനറ്റ്ലി ഈ സിനിമയ്ക്ക് മൊമെന്റ്സ് ഉണ്ട്, ചിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു തൊലിഞ്ഞ പടം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമയിൽ തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഒരു വണ്ടേ ഇല്ലാത്ത ഒരു പടം. സോ ഇതിലാണ് കുറെ സ്പൂഫ് എലമെന്റ്സ്, കുറെ റെഫറൻസ്, വേറൊരു തേങ്ങ ഈ സിനിമയിലില്ല. 5 മണിക്കൂർ പരീക്ഷ എഴുതിയിട്ട് അത്രയും സ്ട്രെസ്ഡ് ആയിട്ടാണ് ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സിനിമ ചിരിക്കാലോ പറഞ്ഞിട്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് കയറിയത്. കുറെ കോമാളിത്തരം വേണമെങ്കിൽ ബേസിലും 101 കോമാളിത്തരങ്ങൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സിനിമയാണ്. സോ ഇതിൽ കോമഡിയുടെ സ്റ്റാൻഡേർഡ് നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ വന്നിട്ട് മരുമോളുടെ കുണ്ടിക്ക് പിടിച്ചു. സോ ഇതാണ് തമാശ. അതേപോലെ തന്നെ ഒരു കൊച്ച്, അതായത് ആ ഒരു കിളവന്റെ പേരക്കുട്ടി ആവാൻ പ്രായമുള്ള ഒരു കൊച്ചിന്റെ കഴുത്തിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈയിടുകയാണ്. സോ ഇതൊക്കെയാണ് കോമഡി ആയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നത്. നാളെ വന്നിട്ട് റേപ്പും കോമഡി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് കണ്ടിട്ട് ചിരിക്കാൻ ആൾക്കാരുണ്ട്. സോ അഡൽട്ട് കോമഡീസിന് വരെ നാണക്കേട് എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും വൾഗർ ആയിട്ടുള്ള സീനായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. സോ ഈ സിനിമയിലെ സ്റ്റാർ പെർഫോമേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് സുരേഷ് കൃഷ്ണന് പെട്ട പെർഫോമൻസ് ആയിരുന്നു, കിട്ടിലനായിരുന്നു. അതേപോലെ തന്നെ പക്രു പറഞ്ഞൊരു പട്ടിയുണ്ട്. ആ പട്ടി അഭിനയിച്ചതിന്റെ 10% പോലും പല നടന്മാരും നടിമാരും അഭിനയിച്ചിട്ടില്ല പറയാം. ആ പട്ടിയുടെയൊക്കെ ചില സമയത്ത് എക്സ്പ്രഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. സോ ഇതിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതിലത്തെ നായികയാണ്. അതായത് നമ്മുടെ അയാം കാതലിൽ വന്നിട്ട് എന്റെ അച്ഛൻ എന്റെ തന്തപ്പിടിക്ക് വേണ്ടി കുരുക്കമ്പനി അല്ല, NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് പറഞ്ഞ ആ കൊച്ചനെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ ഓൾവേസ് ദർ ഈസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഈ കൊച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ 96 വിജയ് സേതുപതി ഡയലോഗ് പറയുന്ന പോലെയാണ്, എങ്കയോ വിട്ടിട്ട് അങ്ങേ നിക്കറേനാൻ. സോ കാണുമ്പോൾ ഭയങ്കര വെറുപ്പിക്കണം. ആർട്ടിഫിഷ്യാലിറ്റിക്ക് ഒരു ഓസ്കാർ കൊടുക്കുക വെച്ചാൽ ആ കൊച്ചിന് കൊടുക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ബേസിൽ, സോ പൊൻമാൻ കണ്ടപ്പോ എനിക്ക് ബേസിലിന്റെ അടുത്ത് കുറച്ച് ഇഷ്ടവും അതൊക്കെ തോന്നിയിട്ടായിരുന്നു. വീണ്ടും കോമാളിത്തരം, ആളുടെ യൂഷ്വൽ ഗിമിക്സും മലം കൾട്ട് സംഭവങ്ങളൊക്കെയാണ് ആള് ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നത്. സിജു സണ്ണിയാണ് ഈ സിനിമയുടെ സ്റ്റോറി. അതേപോലെ തന്നെ സിജു സണ്ണി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടക്ടർ ചേട്ടനായിട്ടാണ് ആൾ അഭിനയിച്ചിരിക്കുന്നത്. ആളുടെ ആദ്യത്തെ 1-2 സീനൊക്കെ കണ്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ പറഞ്ഞ മനുഷ്യനെ അങ്ങ് വെറുപ്പിച്ചു കൊന്നുണ്ട്. സോ ഓവറോൾ 2 മണിക്കൂർ 20 മിനിറ്റ് എന്താ ഉള്ള പടമാണ്. അത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർത്താൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലും ഈ തമാശയും, അതായത് ഈ ഡാർക്ക് കോമഡീസും അതേപോലെ തന്നെ ലൗഡ് കോമഡീസും ഓവർ ആക്ടിങ് കണ്ട് ചിരിക്കാനും ഇഷ്ടപ്പെടാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർ പോയി കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഒരു തല്ലിപ്പൊളി പടമായിട്ടാണ് ബേസിക്കലി തോന്നിയത്. സോ നിങ്ങൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ, ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. സോ ഒരു എന്താ നമ്മുടെ സൈജു കുറുപ്പിന്റെ ഒരു പടമുണ്ട്, എന്താണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ട്. ഈ സിനിമയുടെ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ടാണ്. ഇതിൽ എങ്ങനെയാണ് വെച്ചാൽ ഒരു സീരിയൽ കില്ലർ കുറച്ച് കൊലപാതകം നടത്തുന്നു, അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു പാരലായിട്ട്. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്ക് ഇട്ടിട്ട് വീട്ടിൽ കക്കാൻ കയറുന്നു, അതിന് പാരലായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ അത് കിടിലം പടമായിരുന്നു. ദാറ്റ് മൂവി വാസ് ടു ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇത് ടു ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു സീരിയൽ കില്ലിംഗ് നടക്കണു, പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എനിക്ക് ഒട്ടും വാക്കാവാത്ത ഒരു പടമാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം, ട്രൈ ഇറ്റ് ഔട്ട്. നമ്മുടെ ടിനോവ പ്രൊഡക്ഷൻസിന്റെ വകയും റാഫേൽ പ്രൊഡക്ഷൻസും കൂടിയിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ടിനോവയുടെ വക ഒരു ക്യാമിയോയും തേങ്ങയും മാങ്ങയൊക്കെ ഉണ്ട്. സോ റാഫേൽ പ്രൊഡക്ഷൻസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പണിയില്ലാത്ത കുറെ ഇൻഫ്ലുവൻസേഴ്സിനും പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്.